ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. 23-ാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരക്കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എൻ്റെ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. കേൾക്കുവാനും അനുസരിപ്പാനുമുള്ള കൃപ നൽകണം. മഹത്വം കുഞ്ഞാണ്ടെടുക്കണം. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെ തുടർന്ന് അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനയെ പിതാവെ കേൾക്കണമേ. ആമേൻ. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാര്, മക്കൾ അക്ഷരം കൂട്ടി വായിക്കുവാൻ പറയുവാൻ തുടങ്ങുമ്പോൾ പഠിപ്പിക്കുന്ന 3 വാക്യങ്ങളുണ്ട്. ഒന്ന്, യഹോവ എൻ്റെ ഇടയനാകുന്നു. രണ്ടാമത്തെ വാക്യം, യേശു കണ്ണുനീർ വാർത്തു. 3, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഇതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്മമാർ സാധാരണ മക്കളൊക്കെ വാക്യം പറയാൻ പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്ന വാക്യം. അത്ര സുപരിചിതമായൊരു സങ്കീർത്തനമാണ്. ഇവിടെ ഇരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും കാണാതറിയാവുന്ന സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ട് ധ്യാനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 23-ാം സങ്കീർത്തനം ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമല്ല. 23-ാം സങ്കീർത്തനം ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. അവിടെ വ്യക്തമായ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഈ ദൈവം എൻ്റെ ഇടയനാണ്. ഒരു അവ്യക്തതയില്ല, അസന്നിഗ്ധമായി പറയുന്നു, ദൈവം എൻ്റെ, യഹോവ എൻ്റെ ആരാണ്? ഇടയനാണ്. വിശുദ്ധ തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, മശിഹായാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ ഉപനിധിയാണ്, ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ നീ ശക്തനാണ്. യോബ് പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. വേദപുസ്തകത്തിൽ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ ദൈവമാരെന്ന് അവരുടെ ജീവിതാനുഭവങ്ങളിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ദാവീദ് പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ ആരാണ്? ഇടയനാണ്. ഒരു ചോദ്യം ഞാൻ ശാന്തമായി ചോദിച്ചോളട്ടെ. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവമാരെന്ന് പറയുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പറയുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വട്ടപൂജ്യമാണ്. സങ്കീർത്തനക്കാരൻ പറയൂ, ദൈവമേ, നീ എൻ്റെ ഇടയൻ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമാണ് നീ. ഈ ദൈവം നിനക്ക് ആര്? ഇവിടം വിട്ടു പോകുമ്പോൾ, നിങ്ങൾ പലയിടങ്ങളിൽ പോകുമ്പോൾ ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തെ മതിച്ചുകൊണ്ടിരിക്കണം. ദൈവമേ, നീ എനിക്ക് ആരാണ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സംശയം കൂടെ പറയാൻ കഴിയും. ഈ ദൈവം എൻ്റെ എല്ലാമാണ്, എൻ്റെ ഇടയനാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്. 23-ാം സങ്കീർത്തനം ഒരു നല്ല ഇടയനെ കുറിച്ച് പറയുമ്പോൾ 51-ാം സങ്കീർത്തനം നഷ്ടപ്പെട്ടു പോയ ഒരാടിൻ്റെ കഥയാണ്. 51-ാം സങ്കീർത്തനത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ കുറിച്ച് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആടിനെ വീണ്ടെടുത്ത ഇടയന്റെ ചിത്രമാണ് എത്രാം സങ്കീർത്തനം? 23-ാം സങ്കീർത്തനം. എന്തിനാണ് ഈ ആടിന് ഇടയനെ കൊണ്ട് ആവശ്യം?
എൻ്റെ വീട്ടിൽ പൂച്ചകൾ വളരുന്നുണ്ട്, പൂച്ചകൾ. ഒരു ദിവസം എൻ്റെ അമ്മ ഒരു 6 പൂച്ചക്കുഞ്ഞിനെ ചാക്കി കെട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ പോകുന്ന വഴിക്ക് ഇതിനെ അങ്ങ് എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് ഇറക്കി അങ്ങ് ഇട്ടേക്കണം. ഞാൻ കൺവെൻഷൻ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് ഈ 6 പൂച്ചക്കുഞ്ഞിനെ ചാക്കി കെട്ടി ഡിക്കിക്കകത്തിട്ട് സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ടു. ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് 10-11 വീട്ടിൽ വന്നപ്പോൾ സിറ്റ് ഔട്ടിൽ 6 പോയിട്ട് വേറെ 3 കൂടെ കൊണ്ടുവന്നു. അപ്പോൾ പൂച്ചക്കുഞ്ഞിന് എത്ര ദൂരം പോയാലും മടങ്ങി വരാനുള്ള ഒരു കഴിവ് ഉണ്ട്. എന്നാൽ ആട്ടിൻകുട്ടിയെ നിങ്ങൾ കൊണ്ടുപോയി വിട്ടാൽ വരുമോ? വരത്തില്ല. അത് ഒരു തലപ്പ് കടിച്ച് അടുത്ത തലപ്പ് കടിച്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇടയന് നേരെ അകന്നു പോകും. അപ്പോൾ ഒരാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടയൻ ആവശ്യമാണ്. ഒരാടിന് ആരാവശ്യമാണ്? ഇടയൻ ആവശ്യമാണ്. അപ്പോൾ ദൈവജനമേ, എനിക്കും നിനക്കും ഒരിടയനെ വീണു പോകുന്ന, തകർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന, മാറിപ്പോകുന്ന നിനക്കും എനിക്കും ഒരിടയൻ ആവശ്യമാണ്. ആ ഇടയനാണ് നസ്രായനായ യേശു കർത്താവ്. കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. തകർന്നു പോയ, ക്ഷീണിച്ചു പോയ എന്നെ തേടി വന്ന നല്ല ഇടയനായി നന്ദിയോടെ സ്തോത്രം. ഞാൻ ഈ സങ്കീർത്തനത്തിലേക്ക് വരികയാണ്. ഈ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ പച്ചപ്പിന്റെ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ജീവിതത്തിൻ്റെ സുഖനിമിഷങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, പച്ചയായ പുൽപ്പുറത്തിൽ അവൻ എൻ്റെ കൂടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സുഖനിമിഷങ്ങളിൽ കൂടെ ഇരിക്കുന്നവനാണ് ആര്? നമ്മുടെ ദൈവം, കർത്താവ്. ഇന്നത്തെ ലോകത്തിൽ വന്നിരിക്കുന്ന പ്രശ്നം, ഒരാൾ ദുഃഖത്തിൽ പോയി ദുഃഖിക്കാൻ വലിയ പാടില്ല. ഉണ്ടോ? അവരൻ്റെ ദുഃഖത്തിൽ പോയി ദുഃഖിക്കാൻ വലിയ പ്രയാസമില്ല. പക്ഷേ നമ്മുടെയൊക്കെ വലിയ പ്രശ്നം മറ്റൊരാളിൻ്റെ പച്ചപ്പിൽ ചേർന്ന് നിൽക്കുവാനും ഹൃദയം കൊണ്ട് സന്തോഷിക്കുവാനും നമുക്കേറെ ബുദ്ധിമുട്ടാണ്. എന്തിനാ ഈ ധ്യാനമൊക്കെ നടക്കുന്നത്? ഇതൊക്കെ ചിന്തിക്കണം. മറ്റുള്ളവന്റെ സന്തോഷത്തിൽ, അവരൻ്റെ സന്തോഷത്തിൽ, അവൻ്റെ പച്ചപ്പിൽ ചേർന്ന് നിന്ന് സന്തോഷിക്കുവാൻ, കൂടെ നിൽക്കുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ സംഗീതക്കാർ പറയുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ പച്ചപ്പിൽ എൻ്റെ ഇടയൻ എൻ്റെ കൂടെ ഉണ്ട്. ചുമ്മാതെ പറഞ്ഞതല്ല. ദീർഘനാളുകൾ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയൊരു മകൻ മടങ്ങി വരുന്ന ചിത്രം ലൂക്കോസിന് സുവിശേഷത്തിലുണ്ട്, ഇല്ലേ? ഉണ്ട്. അവൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ മൂത്ത സഹോദരൻ വയലിലാണ്. അപ്പൊ പെരയ്ക്കകത്ത് നൃത്തവാദ്യഘോഷങ്ങൾ കേട്ട് വരുന്ന ഈ മൂത്ത ജ്യേഷ്ഠൻ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അപ്പൻ ഇറങ്ങിച്ചെന്ന് വിളിച്ചിട്ടും അപ്പന്റെ സന്തോഷത്തിലോ സഹോദരന്റെ സന്തോഷത്തിലോ ചേർന്ന് നിൽക്കാൻ കഴിയാതെ എവിടെ നിൽക്കുകയാണ്? പുറത്ത് നിൽക്കുകയാണ്. ആ ഗണത്തിലാണോ ഞാനും നിങ്ങളും പെട്ടിരിക്കുന്നത്? ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്നാൽ ഇവിടെ പറയുന്നത്, ജീവിതത്തിൻ്റെ പച്ചയാപുൽപ്പുറങ്ങളിൽ എൻ്റെ ഇടയൻ എന്നോട് കൂടെയുണ്ട്. സത്യവേദപുസ്തകം അനുസരിച്ച് 2-ാമത്തെ വാക്യമാണത്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എൻ്റെ കൂടെയുണ്ട്. എന്നാൽ ഒരു വാക്യം കഴിഞ്ഞപ്പോൾ, 4-ാമത്തെ വാക്യം കഴിഞ്ഞപ്പോൾ, മരണനിഴൽ താഴ്വരയിൽ കൂടെ. അപ്പോൾ നോക്കണേ, 2-ാം വാക്യം തുടങ്ങിയത്
എന്താ? പച്ചപ്പിൻ്റെ അനുഭവമാണ്. 4 വന്നപ്പോൾ എന്തായി മാറി? നമുക്കുള്ള ദൂത് എന്താ? ജീവിതത്തിൻ്റെ പച്ചിപ്പുകൾ ഇരുട്ടായി മാറുവാൻ അധികം സമയം പറഞ്ഞു അധികം സമയം വേണ്ട. ജീവിതത്തിൽ അനുകൂലമായത് പ്രതികൂലമായി മാറുവാൻ അധികം സമയം വേണ്ട. ആരോഗ്യം അനാരോഗ്യമായി മാറുവാൻ, സുഖം ദുഃഖമായി മാറുവാൻ, ആശകൾ നിരാശയായി മാറുവാൻ അധികം സമയം വേണ്ട. എൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ആര്? ആരോഗ്യം അനാരോഗ്യമായി മാറുവാൻ, സുഖം ദുഃഖമായി മാറുവാൻ അധികം സമയം വേണ്ട. നാം തിരിച്ചറിയണം. ഇതിന് സമാനമായൊരു ചിത്രമാണ് പ്രവർത്തികളുടെ പുസ്തകം 27 വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും കൂട്ടരും കൂടെ കപ്പൽ യാത്ര ചെയ്യാണ് റോമിലേക്ക്. കപ്പൽ യാത്ര തുടങ്ങിയപ്പോൾ അടിച്ച കാറ്റിൻ്റെ പേര് തെക്കൻ കാറ്റെന്നാണ്. ഏത് കാറ്റ്? തെക്കൻ കാറ്റ്. അത് മന്ദമായി ഊതി എന്നാണ് പറയുന്നത്. തെക്കൻ കാറ്റ് എങ്ങനെ ഊതി? മന്ദമായി ഊതി. 27:13 വാക്യം എടുത്ത സമയം പോകുന്നത് കൊണ്ടാണ്. എന്നാൽ ഒരു വാക്യം കഴിഞ്ഞപ്പോൾ തെക്കൻ കാറ്റിന്റെ സ്ഥാനത്ത് കാറ്റിന്റെ പേരങ്ങ് മാറി. എന്താ? ഈശാനമൂലൻ ഉഗ്രമായി അടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയും, തെക്കൻ കാറ്റുകൾ ഈശാനമൂലനായി മാറുവാൻ അധികം സമയം വേണ്ട. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴും വീഴാതിരിപ്പാൻ സൂക്ഷിക്കുവേൻ. അനുകൂലമെന്ന് നീ ചിന്തിക്കുന്നത് എന്തും ഏതു സമയത്ത് ക്ഷണം കൊണ്ട് എന്തായി മാറും? പ്രതികൂലമായി മാറും. 100 മീറ്റർ ഓട്ടം വേഗത കൂട്ടി ഓട്ടക്കാരൻ ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് നെഞ്ചിന് താഴോട്ട് തളർന്ന് സ്പൈനൽ കോഡിന് തകർച്ച പറ്റി നട്ടെല്ല് തകർന്ന് പൂർണ്ണമായി വെന്റിലേറ്ററായ ഒരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആരോഗ്യം അനാരോഗ്യമായി മാറുവാൻ, സുഖം ദുഃഖമായി മാറുവാൻ, ആശകൾ നിരാശയായി മാറുവാൻ, പച്ചപ്പുളിരിട്ടായി മാറുവാൻ അധികം സമയം വേണ്ട. നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴും വീഴാതിരിപ്പാൻ പറഞ്ഞിട്ട് സൂക്ഷിക്കുക. എന്നാൽ ഇവിടെ നാം കാണുന്നൊരു ചിത്രം, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എൻ്റെ കൂടെയുണ്ട്. ഇല്ല, അങ്ങനല്ലേ? ഇരുട്ട് വന്നപ്പോഴോ മരണനിഴൽ വന്നപ്പോഴും ആര് കൂടെയുണ്ട്? യഹോവ കൂടെ, ദൈവം കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട് എന്ന് പറയാൻ അർത്ഥം എന്താ? ഏത് സാഹചര്യത്തിലും ആര് കൂടെയുണ്ട്? പറഞ്ഞു. ജീവിതത്തിന് അനുകൂലതയിലും പ്രതികൂലതയിലും ആര് കൈവിട്ടാലും കൈവിടാത്തതായ ഒരു ദൈവം നമ്മോട് പറഞ്ഞു. എൻ്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ എംഫസൈസ് ചെയ്യുന്ന കാര്യം അതാണ്. സാഹചര്യം അനുസരിച്ച് സ്നേഹിക്കുന്നവനല്ല ആര്? എൻ്റെ ദൈവം. സീൻ മാറി, പക്ഷെ ആര് മാറിയില്ല? ദൈവം മാറിയില്ല. പച്ചയായ ഉൾപ്പുറം മാറി. എന്ത് സീന് വന്നു? ഇരുട്ട് വന്നു. അപ്പോഴും ആരുണ്ട്? അപ്പോൾ ഇത്ര നല്ലൊരു കർത്താവിനെ കണ്ടുമുട്ടി അവൻ്റെ കരത്തിൽ എൻ്റെ കരം കൊടുത്തതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആര് കൈവിട്ടാലും സാഹചര്യം മാറുന്നതനുസരിച്ച് മാറാത്ത ഒരു കർത്താവിനെ കണ്ടുമുട്ടി അവൻ്റെ വകയായി തീർന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ചില കൂട്ടുകാർ സുഖത്തിൽ കാണും, ദുഃഖത്തിൽ കാണത്തില്ല. ചില ദുഃഖത്തിൽ കാണും, സുഖത്തിൽ കാണത്തില്ല. ജീവിതത്തിൻ്റെ അനുകൂലതയിലും പ്രതികൂലതയിലും നിന്നോടൊപ്പം നിന്ന് നിന്നെ നടത്തുന്ന ഒരു ഇടയനെ നോക്കിക്കൊണ്ട് പറയുന്നു, യഹോവയെ നീ എൻ്റെ ആരാണ്? ഇടയനാണ്. ഞാൻ മുന്നോട്ട് പോവുകയാണ്. അടുത്തത് പറയാൻ ആഗ്രഹിക്കുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. എന്നാൽ അടുത്തത്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. അവൻ എന്നെ നടത്തുന്നു. ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ അനുഭവം പറയാൻ പോകുന്നത്. അവൻ എന്നെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവനാണ് എന്നെ നടത്തുന്നത്, നയിക്കുന്നു പറഞ്ഞാൽ അർത്ഥം നീ നടന്നതല്ല, ദൈവം നിന്നെ പറഞ്ഞു നടത്തിയത്.
നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാ. മനസ്സിലായോ? ദൈവം നിന്നെ നിർത്തുന്നതാണ്, ദൈവം നിന്നെ നടത്തുന്നതാണ്. അവൻ എന്നെ നടത്തുന്നു. അവൻ നടത്തുന്നത് കൊണ്ടാ നീ നടക്കുന്നതെന്ന് തിരിച്ചറിയണം. അവൻ നടത്തുന്നത് കൊണ്ടാണ്. നിന്റെ പത്രാസ് കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല, സാമർഥ്യം കൊണ്ടല്ല, കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല. അവൻ നടത്തുന്നത് കൊണ്ട് നീ നടക്കുന്നു. അവൻ എന്നെ പറഞ്ഞു, അവൻ എന്നെ നടത്തുന്നു. ഞങ്ങളുടെ മാർത്തോമാക്കാർക്ക്, ഞാൻ മാർത്തോമാ സഭയിലെ പട്ടക്കാരനാണ്. മാർത്തോമാ സഭയ്ക്ക് ഒരു ദേശീയ ഗാനമുണ്ട്, ഉണ്ട്. ഇവിടെ ചെന്ന് ചോദിച്ചാലും എല്ലാവർക്കും അറിയാതെ പാട്ടെന്ന് പറഞ്ഞ് ഉടനെ പാടും, ദൈവകൃപയിൽ ഞാൻ പറയും ഞങ്ങളുടെ സഭയുടെ ദേശീയ ഗാനമാണേത്. അമേരിക്ക ചെന്ന് ചോദിച്ചാലും നോർവേ ചെന്ന് ചോദിച്ചാലും എല്ലാവർക്കും കൂടെ അറിയാവുന്നൊരു പാട്ടെന്ന് പറഞ്ഞാൽ മാർത്തോമാക്കാരൻ നാവിൻ തുമ്പിൽ ആദ്യം വരുന്ന പാട്ടാണേത്, ദൈവകൃപയിൽ ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ത്രീകൾ ആ പാട്ടങ്ങ് മാറ്റി, ദേശീയ ഗാനം മാറ്റി. അവരോട് ചോദിച്ചാൽ അവരുടനെ പാടുന്നൊരു പാട്ടുണ്ട്, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം. അപ്പൊ നാം നിന്നതല്ല, ദൈവം നമ്മെ നടന്നതല്ല, ദൈവം നമ്മെ നടത്തിയതാ. നമ്മുടെ കയ്യിലിരിപ്പ് കണ്ടാൽ ഇന്നലെ വെട്ടിക്കളയേണ്ടതാ. മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിലിരിപ്പ് കണ്ടാൽ ഇന്നലെ നമ്മളെ തകർത്ത് കളയേണ്ടതാ. തകർത്ത് കളയാതെ ഇന്നുകൂടെ നാം ആയിരിക്കുന്നത് വലിയവനായ ദൈവത്തിന് മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ പുത്രന്റെ മധ്യസ്ഥത കൊണ്ടാണ്. നാം തിരിച്ചറിയണം. അപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അവൻ എന്നെ നടത്തുന്നു, നയിക്കുന്നു. പി.കെ. സക്കരിയാച്ചൻ ഈ സംഗീതം റീറൈറ്റ് ചെയ്യാൻ പോവാ. എന്തുവാ ഇന്നത്തെ ഈ സംഗീതത്തിന് എന്നോട് പറയണമെന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ ഒരു വാക്കൂടെ ചേർക്കും. എന്തായിരിക്കും ചേർക്കുന്നത്? അവൻ എന്നെ അത്ഭുതമായി നടത്തുന്നു. അത്ഭുതമായി നടത്തുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുവാ സക്കരിയാച്ച ഈ അത്ഭുതമായി ഇയാളെ നടത്തുന്നത്? നിങ്ങളുടെ മുമ്പിൽ അത്ഭുതം എന്താ? പി.കെ. സക്കരിയാച്ച പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വീൽ ചെയർ കളഞ്ഞിട്ട് എഴുന്നേറ്റാൽ നിങ്ങൾ പറയും, അത്ഭുതം പറഞ്ഞേ, അത്ഭുതം നടന്നു. അത് അത്ഭുതം തന്നെയാണ്. അതിൻ്റെ കർത്താവ് വിശ്വസ്തനുമാണ്. ഈസ് ഏബിൾ, അത് ചെയ്യുകയും ചെയ്യും. കുറച്ച് നാൾ മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദര പട്ടക്കാരെ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, എന്തോ മനുഷ്യ, ഇയാൾ എന്തൊരു ഭാഗ്യവാനാ. എവിടെ ചെന്നാലും ഇയാൾക്ക് കസേര ഇട്ടില്ലേ? ഇല്ലയോ? ഈ ഹോളിൽ ഒരു കസേരയും ഇല്ലെങ്കിലും ആർക്ക് കസേരയുണ്ട്? മാർത്തോമാ സഭയിൽ കസേരയും കൊണ്ട് നടക്കുന്ന ഏക പട്ടക്കാരനാരാണ്? ഇസിന് ചോദിക്കാവുന്ന ചോദ്യമാ. കസേരയും കൊണ്ട് നടക്കുക. അപ്പൊ എവിടെ ചെന്നാലും എന്തുണ്ട്? എന്തൊരു ഭാഗ്യവാനാ. അപ്പൊ ഞാൻ പറഞ്ഞ, അച്ഛാ, ഭാഗ്യത്തിന് ഒരു കുറവും ഇല്ല. ഇതിൻ്റെ സഹധർമ്മിണിയെ, എന്നെ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഹോദരനെ കൂടെ വിളിച്ചു പറഞ്ഞു, എന്നെ എടുത്ത് കട്ടിലേക്ക് കിടത്താൻ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ കട്ടിലേക്ക് കിടത്തിയിട്ട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പറഞ്ഞാ, ഈ കസേരയിൽ 5 മിനിറ്റ്, എത്ര മിനിറ്റ്? 5 മിനിറ്റ് അടങ്ങി ഒതുങ്ങി ഇതിലൊന്ന് ഇരിക്കണം. അച്ഛൻ ആവശ്യമുള്ളത്, എൻ്റെ വീട്ടിലുള്ളത്, എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് അച്ഛൻ അടുത്ത് കൊണ്ടുത്തരും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇതിലടങ്ങി ഒതുങ്ങി ഒന്ന് ഇരിക്കണം. അച്ഛൻ കയറി ചാടിപ്പിടിച്ചതിലിരുന്നു. അച്ഛന്മാരെ മോശമല്ലല്ലോ, ഇതേ കയറിയിരുന്നു. ഞാൻ ആ കട്ടരെ കിടന്ന് ശ്രദ്ധിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ വലത്തേക്കാല് പൊക്കി. ദൈവമക്കൾ, നിങ്ങൾ ഇവിടെ വന്ന് ഏതെല്ലാം പൊസിഷനിൽ തിരിഞ്ഞും മറിഞ്ഞു ഇരുന്നോ? കൈ മുമ്പോട്ട് വെച്ചു, പുറകോട്ട് വെച്ചു, ചാരിയിരുന്നു, കാലിടത്ത് വേറെ, കാലിൻ്റെ പുറത്ത് വെച്ചു, ഇല്ലേ? 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ ആകെ അസ്വസ്ഥനായി. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥനായി. അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു. ഈ പട്ടക്കാരൻ പറഞ്ഞു, എൻ്റെ അച്ഛ, ഇതിലിരിക്കുന്നത് അല്പം
പറ. ബുദ്ധിമുട്ടാ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, 1-2 വർഷമല്ല, 14 വർഷമായി ഈ പരിമിതമായ അനുഭവത്തിൽ ഒരു പെറുപെറുപ്പ് കൂടാതെ, ഒരു പരാതി കൂടാതെ ഈ വീൽ ചെയറിൽ എന്നെ അത്ഭുതമായി നടത്തുന്ന ദൈവത്തിനായി നന്ദിയോടെ സ്തോത്രം. അത്ഭുതമെന്ന് പറയുന്നത് കസേര എഴുന്നേൽക്കുന്നത് മാത്രമല്ല, പരിമിതമായ ജീവിത സാഹചര്യത്തിൽ പിറുപിറുപ്പ് കൂടാതെ ജീവിച്ചാൽ അതിന്റെ പേരും എന്താ? പറ. അത്ഭുതമെന്നാ. രോഗസൗഖ്യം മാത്രമല്ല അത്ഭുതം. രോഗത്തിനകത്ത് കൃപയോടെ ജീവിച്ചാൽ അതിന്റെ പേരും എന്താ? നമുക്കിന്ന് എന്ത് മതി? രോഗസൗഖ്യം. പൗലോസ് അപ്പോസ്തലൻ രോഗസൗഖ്യത്തോട് പ്രാർത്ഥിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചു. ഭക്തനായ മനുഷ്യൻ. ഈശോ ചെന്ന് ചെവി പറഞ്ഞു, മോനെ അതവിടെ ഇരുന്നോട്ടടാ, എൻ്റെ കൃപ, പറ, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവമക്കളെ, ദൈവജനമേ, ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, പ്രശ്നങ്ങൾ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ, നിനക്കത് കഴിയും. ഇത് മാറ്റാനുള്ള കഴിവ് നിനക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കും, ഇതിനകത്ത് നിൽക്കാനുള്ള ദൈവകൃപ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രസംഗത്തിന്റെ ഈ ധ്യാനത്തിന്റെ സമാപനത്തിൽ ഞാൻ നിങ്ങൾ പറയുകയാണ്, ജീവിത പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, മുമ്പിൽ എന്ത് പ്രതിസന്ധി വരട്ടെ, ഏത് പ്രശ്നങ്ങൾ വരട്ടെ, ആ പ്രതിസന്ധിക്കകത്ത് നിൽക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, കൂരിൽ താഴ്വരയിലും പച്ചയാവുൾപ്പുറങ്ങളിലും സ്വസ്ഥ വെള്ളത്തിനും അരികിലും അത്ഭുതമായി നടത്തുന്നവനെ നീ എൻ്റെ ഇടയനാ. ജീവിതത്തിന് അനുകൂലതയിൽ മാത്രമല്ല, പ്രതികൂലതയിലും കൈവിടാത്തൊരു ഇടയനുണ്ട്. അനുകൂലമായത് പ്രതികൂലമായി മാറുവാൻ അധികം സമയം വേണ്ട. അവനെ അത്ഭുതമായി നടത്തുകയല്ല, അത്ഭുതമായി നടത്തുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ അതിനെക്കുറിച്ച്, അത്ഭുതത്തെക്കുറിച്ച് പറയും. നാം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന കാര്യങ്ങളിൽ നാം ഒരിക്കലും, ഇവിടെ ഇരിക്കുന്ന ഒറ്റ വ്യക്തി പോലും ആഗ്രഹിക്കുന്നില്ല ഇതുപോലെ ചക്രക്കസരിയിരിക്കുവാൻ. നാം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന കാര്യത്തിലും പെറുപെറുപ്പ് കൂടാതെ, പരാതി കൂടാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് എന്ത്? അത്ഭുതമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ഈ മലങ്കരയിൽ, കേരളത്തിൽ അത്ഭുതമായി എന്നെ നടത്തുന്ന വഴികൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മുന്നോട്ട് പോകട്ടെ. ഞാൻ മറ്റൊരു വാക്യം ഇതിനകത്ത് പറയുന്നത്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. വല്ല മനസ്സിലായോ? യഹൂദന്റെ വീട്ടിൽ അതിഥി വന്നാൽ വീട്ടിലെ ദാസന്റെ ജോലിയാണ് കാലിലെ ചെരുപ്പഴിച്ച് മാറ്റി വെള്ളമൊഴിച്ച് തുവാല കൊണ്ട് തുടക്കിയത്. ആരുടെ ജോലിയാണ്? ദാസന്റെ ജോലിയാണ്. രണ്ടാമത്തെ യഹൂദന്റെ ആദ്യത്തെ മര്യാദ പറയുന്നത്, അപ്പൊ ഈ ദാസൻ കാലെ വെള്ളം ഒഴിച്ച് തുവാല കൊണ്ട് തുടച്ച ശേഷം ഈ അതിഥി ഫ്രണ്ട് ഡോറി വന്നിട്ട് ഇന്നത്തെ ഭാഷയിൽ കോളിംഗ് ബെല്ലടിക്കും. എന്തോ അടിക്കും? കോളിംഗ് ബെല്ലടിച്ചിട്ട് അപ്പോൾ വീട്ടുകാരൻ കതവ് തുറന്ന് നോക്കും. വരുന്ന അതിഥിയെ ഒന്ന് സശ്രദ്ധം നോക്കും. ഒരു സാധാ മനുഷ്യനാണെങ്കിൽ, എന്നെപ്പോലൊരു സാധാ മനുഷ്യനാണെങ്കിൽ വെച്ചക്കാല് പുറകോട്ടെടുത്തിട്ട് തൻ്റെ പരിമളക്കുപ്പി എടുത്തിട്ട് എന്നെപ്പോലൊരു സാധാ മനുഷ്യനാണെങ്കിൽ 6 തുള്ളി പരിമളം പരട്ടും. എത്ര തുള്ളി പരട്ടും? 6 തുള്ളി. ഒരു VIP ആണെങ്കിൽ അത് 6 എന്നൊരു 12 തുള്ളിയെ പരട്ടും. എത്ര തുള്ളിയാ? വെരി VIP ആണെങ്കിൽ 12 എന്നുള്ളത് 24 തുള്ളി വരെ ഒഴിക്കും. എൻ്റെ ഒരു കണക്ക് ഏകദേശം. അത് കഴിഞ്ഞിട്ട് ഇനിയുമാണ് രസകരമായ വിഷയം. അത് കഴിഞ്ഞിട്ട് ഈ അതിഥി വന്ന് കസേരയിൽ ഇരിക്കും. എവിടെ ഇരിക്കും?
ഇത് കഴിയുമ്പോൾ വീട്ടുടമസ്ഥൻ പാനപാത്രത്തിൽ വീഞ്ഞ് പകർന്ന് കൊണ്ടിനി അതിഥിയുടെ ഇടയിലിട്ട് കൊടുക്കും. ഈ പാനപാത്രത്തിൽ വീഞ്ഞ് ഹാഫ് ഗ്ലാസ്സേ ഉള്ളെങ്കിൽ അതിനർത്ഥം ഇപ്പോൾ വന്നോണം, ഇത് കുടിച്ചോണം, പൊക്കോണം, മേലാലിനി ഇങ്ങോട്ട് പറ. മനസ്സിലായോ ടെക്നിക്ക്? ഇപ്പോൾ വന്നോണം, ഇത് കുടിച്ചോണം, വന്നത് കൊണ്ട് എൻ്റെ ആതിഥ്യ മര്യാദ അനുസരിച്ച് വന്നത് കൊണ്ട് ഞാൻ തന്നു, ഇത് കുടിച്ചോണം, പൊക്കോണം, മേലാലിനി ഇങ്ങോട്ട്. യു ആർ നോട്ട് അക്സെപ്റ്റബിൾ ടു മീ. നീ എനിക്ക് സ്വീകാര്യമല്ല. വന്നത് കൊണ്ട് തന്നു, കുടിച്ചോണം, പൊക്കോണം, സ്ഥലം വിട്ടോണം. ഇവിടെ നോക്കിക്കേ, ഇടയൻ എന്താ ചെയ്തത്? പാനപാത്രത്തിൽ ഹാഫ് ഗ്ലാസ് അല്ല, പിന്നെ പറഞ്ഞോ, പാനപാത്രം നിറഞ്ഞ കവിയത്തക്കവണ്ണം പാനപാത്രത്തിൽ എന്ന് നിറയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഡിയർ സൺ, യു ആർ അക്സെപ്റ്റബിൾ ടു മീ. നീ എനിക്ക് സ്വീകാര്യനാ. ദൈവ പൈതലേ, നീ എത്ര തകർന്നവനായാലും, നീ എത്ര പരാജയപ്പെട്ടവനായാലും, നിന്നെ സ്വീകരിച്ച് മാറോട് ചേർത്ത് നിന്നെ ഭവനത്തിൽ അംഗമാക്കി തീർക്കുന്ന ഇടയനായി സ്തോത്രം. എൻ്റെ പാനപാത്രം നിറഞ്ഞ് പറ കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ഇതിനകത്തൊരു യാത്രാചിത്രമുണ്ട്. ഏത് സങ്കീർത്തനത്തിൽ? 21 സങ്കീർത്തനത്തിൽ ഒരു യാത്രാചിത്രമുണ്ട്. ആരും കൂടെ യാത്ര, ഇടയനും ആടും ഒരുമിച്ചുള്ള യാത്രാചിത്രം. ആ യാത്രയുടെ പേരാണ് വിശ്വാസ ജീവിത. ഇടയനായ ദൈവം, ആടുകളായ നമ്മൾ. അപ്പോൾ ഇടയനും ആടും ഒരുമിച്ചുള്ള യാത്രയുടെ പേരാണ് വിശ്വാസ ജീവിത യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ വിശ്വാസ ജീവിത യാത്രയുടെ ചിത്രമുണ്ട്. ഈ വിശ്വാസ ജീവിത യാത്രയിൽ വിശ്വാസിയെ അനുധാവനം ചെയ്യുന്ന 2 സംഗതികളാണ് നന്മയും എന്താ നന്മ, കരുണ. നന്മ എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ ജീവിതത്തിൽ തരുന്ന അനുഗ്രഹത്തിന്റെ പേരാണ്. എന്ത് പറഞ്ഞ നന്മ എന്ന് പറയുന്നത് ദൈവം തരുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് നന്മ എന്ന് പറയുന്നത്. അപ്പോൾ കരുണ എന്താ? കരുണ എന്ന് പറയുന്നത് ഇത്ര അനുഗ്രഹങ്ങളൊക്കെ തന്നു, നന്ദികേടല്ലാതെ വല്ലതും കയ്യിലുണ്ടോ? ഉണ്ടോ? നന്ദികേട് കാണിച്ചിട്ട് ഇന്നും ഇരിക്കാൻ കാര്യം എന്താ? ദൈവം ആരായതുകൊണ്ടാ? പറ. നന്ദികേട് കാണിച്ചിട്ടും എന്നും നീ ജീവിക്കാൻ കാരണം ഈ ദൈവം ആരായതുകൊണ്ടാണ്. കരുണയുള്ളവൻ. അതുകൊണ്ട് ഒരു വശത്തവൻ നന്മ തരുന്നു, നന്ദികേട് കാണിച്ചിട്ടും തകർത്തു കളയാതെ, കീറിക്കളയാതെ കരുണയിൽ നിന്നെ പൊതിയുന്നവനെ. അപ്പോൾ നിന്റെ ജീവിതയാത്രയിൽ നന്മയും കരുണയും തന്ന് നിന്നെ പരിപാലിക്കുന്നവനെ, എന്നെ പരിപാലിക്കുന്നവനെ, നീ എൻ്റെ ആരാണ്? പറ. ഇടയനാണ്. വിശ്വാസ ജീവിതയാത്രയിൽ അവൻ അനുധാവനം ചെയ്യുന്ന ഒന്നാണ് ഏത്? നന്മയും പറ വല്ലപ്പോഴുമല്ല, പിന്നെ എല്ലായ്പ്പോഴും. ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം എന്നേക്കും വസിക്കും. സമാപന സമയം ശാന്തതയോടെ കേൾക്കണം. യഹോവയുടെ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും. ഇതൊരു യാത്രാചിത്രമാണ്. നമ്മൾ യാത്രക്കാരാണ്. വിശ്വാസികളെ, ദൈവജനമേ, നമ്മൾ യാത്രക്കാരാണ്. അതിൻ്റെ പേരാണ് വിശ്വാസ ജീവിത പറഞ്ഞേ യാത്ര. എനിക്കറിയാം, ഇടയൻ്റെ കരത്തിൽ പിടിച്ച് യാത്ര ചെയ്താൽ വഴിയിൽ ദുർഘടങ്ങൾ വരും, വഴിയിൽ മരണനില വരും. എന്നാൽ ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കും? എവിടെ ചെന്ന് അവസാനിക്കുന്നത്? ഞാൻ യഹോവയുടെ ആലയത്തിൽ. എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഹൗസ് ഓഫ് ദ ലോർഡ് എന്ന, ഹൗസ് ഓഫ് ദ ലോർഡ്, ഹൗസിന്റെ ശുദ്ധ മലയാളം ഭവനമെന്ന, വീടെന്ന. അപ്പോൾ ഈ യാത്ര എവിടെ ചെന്ന് അവസാനിക്കും? ഈ യാത്ര അവസാനിക്കുന്നത് യഹോവയുടെ ഭവനത്തിൽ, അവൻ്റെ വീട്ടിൽ. പിടികിട്ടിയ എവിടെ ചെന്ന് അവസാനിക്കും? യഹോവയുടെ ഭവനത്തിൽ. ദൈവമക്കളെ, നമ്മളിവിടെ എത്ര വലിയ ഭവനം കെട്ടിപിടഞ്ഞാലും we are not permanent here. നമ്മളിവിടെ താൽക്കാലികർ ആണ്, അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ട് പോകേണ്ടവർ.
നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇവിടം വിട്ടാൽ എവിടെ എത്തിച്ചേരും? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഭവനത്തിൽ. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെ വന്ന് നിങ്ങളെ എൻ്റെ ഭവനത്തിൽ ഞാൻ ചേർത്തുകൊള്ളും. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ ദൈവം നിനക്ക് ആര്? യഹോവേ, ദൈവമേ, കർത്താവേ, നീ എൻ്റെ ഇടയനാണ്. ഏത് സാഹചര്യത്തിൽ നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ജീവിതത്തിൽ അത്ഭുതമായി നടത്തുന്ന ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട്, കർത്താവിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഓട്ടം സ്ഥിരതയോടുകൂടി പൂർത്തീകരിപ്പാനും നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിരിക്കുന്ന ഭവനത്തിന് അംശങ്ങളായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.